നൗഗാം പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് ഒരു ആക്സിഡൻ്റൽ എക്സ്പ്ലോഷനാണ്, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ആ അമോണിയം നൈട്രേറ്റുകളെല്ലാം പക്ഷേ എങ്ങനെ പൊട്ടിത്തെറിച്ചു പരിശോധനയ്ക്കിടയിൽ എന്നുള്ള കാര്യം വിശദമായി അന്വേഷിക്കുന്നു. ആ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. ഫരീദാബാദിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള അമോണിയം നൈട്രേറ്റിൻ്റെ ശേഖരം തന്നെയാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അതിൽ ആ സ്ഫോടന സ്ഥലത്തിപ്പോൾ SDRF എത്തി ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ പല കാര്യങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും തേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 11:22 ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. 5 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ശബ്ദം കേട്ടിരുന്നു. മാത്രമല്ല 500 മീറ്റർ ദൂരത്തേക്ക് വരെ ഈ പല അവശിഷ്ടങ്ങൾ, അത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും തെറിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രയും വലിയ തോതിൽ ഈ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള രാസവസ്തുക്കൾ ആ പോലീസ് സ്റ്റേഷനിൽ ശേഖരിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ജമ്മു കാശ്മീർ DGP തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതിൽ 3-ലധികം ആളുകളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷേ ഇനിയും ഈ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം പല ഭീകര ഔട്ട്ഫിറ്റുകളും പ്രത്യേകിച്ചും കശ്മീർ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഇതിനോടകം തങ്ങളാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ നിന്നുള്ള തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വ്യാജമാണ്, അത്തരത്തിലൊരു സംഭവമല്ല, ഇത് മറ്റൊരു ഭീകരാക്രമണമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അബദ്ധത്തിൽ തന്നെ സംഭവിച്ചതാണെന്നുള്ള കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിനോടൊപ്പം തന്നെ DGPയും വ്യക്തമാക്കുന്നു. എന്തായാലും കൂടുതൽ പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ നൗഗാം കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.